1/2ന്റെ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കുക. ഇതെന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര ഭിന്നമാണ്. ഇതിന്റെ സ്ക്വയർ കാണും. എങ്ങനെ കാണും? ഒന്നിന്റെ സ്ക്വയർ 1/2 സ്ക്വയർ അങ്ങനെയാണോ കാണുന്നത്? അല്ല. നമുക്ക് എന്ത് ചെയ്യാം? ഈ 1/2നെ നമുക്ക് ആദ്യം അല്ലാത്ത ഫ്രാക്ഷൻ ആക്കാം. ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് നമുക്ക് മാറ്റണം. അതായത് വിഷമഭിന്നത്തിലോട്ട് മാറ്റണം. എങ്ങനെ മാറ്റും? എങ്ങനെയാണ് വിഷമഭിന്നം മാറ്റുന്നത്? 1 എന്നുള്ളത് പൂർണ്ണസംഖ്യയാണ്. അതിന്റെ കൂടെ ഇത് ഗുണിക്കുക. 2 × 1 2 പ്ലസ് ഈ അംശം കൂട്ടുക. അപ്പൊ 3 കിട്ടും. 2 × 1 ചെയ്യുക 2 പ്ലസ് ഈ അംശമായ 1 കൂട്ടുക. അപ്പൊ 3 നമുക്ക് അംശമായിട്ട് എഴുതാം. ഛേദം എന്ത് തന്നെയായിരിക്കും? ഈ 2 തന്നെ ആയിരിക്കും. അപ്പൊ 3/2 എന്നുള്ളതാണ് ഈ 1/2 എന്നുള്ള ഈ ഒരു മിക്സഡ് ഫ്രാക്ഷനെ, അതായത് മിശ്രഭിന്നത്തിനെ വിഷമഭിന്നം അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി നമ്മൾ മാറ്റി. ഇനി ഇതിന്റെ സ്ക്വയർ കണ്ടാൽ പോരെ? 3/2ന്റെ സ്ക്വയർ എത്രയാണ്? 3/2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3യുടെ സ്ക്വയർ ബൈ 2ന്റെ സ്ക്വയർ എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് 9/4 എന്ന് വരും. ഈ 9/4 എന്നുള്ളതിനെ വീണ്ടും നമുക്ക് എന്താക്കാം? ഇതുപോലത്തെ ഫോമിലാക്കാം. നമുക്ക് ഓപ്ഷന് ചിലപ്പോൾ കിട്ടുന്നത് ഇതുപോലെ മിശ്രഭിന്നം തന്നെ ആയിരിക്കും. മിശ്രഭിന്നത്തിലും കൂടെ ഇതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലുള്ള ഉത്തരം. ഇനി ഇതിനെ മിശ്രഭിന്നത്തിലുള്ള ഉത്തരം കൂടെ ആക്കാം. എങ്ങനെയാണ് ഈ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ തിരിച്ച് മിശ്രഭിന്നത്തിലോട്ട് മാറ്റുന്നത്, അതായത് മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഛേദം എടുക്കുക. ഈ ഛേദത്തിന്റെ പട്ടിക എടുക്കുക. 1 4 4 ഇത് 4 8 3 4 12 ആയിപ്പോ. ഇവിടെ 9 ആണല്ലോ. അപ്പൊ അതിന്റെ തൊട്ട് താഴെയുള്ളത് എത്രയാണ്? 8 ആണ്. അപ്പൊ 4 2 8. 4 ഏതുകൊണ്ടാണ് ഗുണിച്ചത്? 2 കൊണ്ടാണ് ഗുണിച്ചത്. 8 കിട്ടാൻ 2 അവിടെ എഴുതി. ഈ 4 അതുപോലെ തന്നെ എഴുതി. ഇനി 4 2 8. 8നോട് എത്ര കൂട്ടിയാലും 9 വരുന്നത്? 1 കൂടെ കൂട്ടിയാൽ മതി 9 ആകാൻ. അപ്പൊ ആ 1 ഇവിടെ എഴുതുക, അംശമായിട്ട് എഴുതുക. അപ്പൊ 2 1/4 എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. 1/2ന്റെ സ്ക്വയർ കാണുമ്പോൾ 2 1/4 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്.